ഉപ്പുതറ പഞ്ചായത്തിൽ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണ മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് അവതരിപ്പിച്ചത്. ഉപ്പുതറ പഞ്ചായത്ത് ഭരണസമിതിയുടെ കന്നി ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. പ്രധാനമായും കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണ മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന ബജറ്റ് പശ്ചാത്തല മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നതുമാണ്. ടൗൺ വികസന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 56.35 ലക്ഷം രൂപയും ക്ഷീരവികസന മേഖലയ്ക്ക് 54 ലക്ഷം രൂപയും പാർപ്പിട മേഖലയ്ക്ക് 406.83 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനായി 3.54 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ 14,62,256 രൂപ ഓപ്പണിംഗ് ബാലൻസും 29,17,89,550 രൂപ വരവും 30,19,67,000 രൂപ ചെലവും 44,44,606 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് ബജറ്റ് അവതരിപ്പിച്ചു. വിവിധ ഗ്രാന്റുകളും ലഭ്യമാകുന്ന പരിമിതമായ തനത് വരുമാനവും ഫലപ്രദമായി വകയിരുത്തിക്കൊണ്ട് കേരള സർക്കാർ ന്യൂനതമായി നടപ്പിലാക്കിയ കെ-സ്മാർട്ട് എന്ന സംവിധാനത്തിലൂടെ തയ്യാറാക്കിയാണ് 2026-27 സാമ്പത്തിക വർഷത്തിലെ പുതിയ ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ: നികുതി വരുമാനം 67 ലക്ഷം രൂപ, നികുതിയേതര വരുമാനം 86,22,550 രൂപ, ജനറൽ പർപ്പസ് ഗ്രാന്റ് 2,15,20,000 രൂപ, മറ്റു റവന്യൂ ഗ്രാന്റുകൾ പദ്ധതി ചെലവുകൾക്ക് 12,63,67,000 രൂപ, മറ്റ് റവന്യൂ ഗ്രാന്റുകൾ പദ്ധതി ഇതര ചെലവുകൾക്ക് 8,62,10,000 രൂപ. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാരാജന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് യോഗം നടന്നത്. നാടിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണത്തിന് ശേഷം പ്രതികൂലിച്ചും അനുകൂലിച്ചും അംഗങ്ങൾ സംസാരിച്ചു. ബജറ്റ് യോഗത്തിൽ വിവിധ ചെയർപേഴ്സൺമാരായ ജിസാമോൾ നോബർ, കൊച്ചുമോൾ ജോസഫ്, ഹണിമോൾ രാജു, അഡ്വക്കേറ്റ് ബിജു ചെമ്പ്ലാവിൽ, ശിവൻകുട്ടി, ജോസഫ് ചാക്കോ, ജോസഫ് വർഗീസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗം ചേർന്ന് ബജറ്റ് അംഗീകരിക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.